പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസ വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്കബി. കാനഡയുടെ അവസാന മണിക്കൂറിലെ 32ാമത്തെ സന്ദേശമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇതല്പം ലെങ്തി ആയിരിക്കും, ഒരുപക്ഷെ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കാം ഇത് ചെയ്യാൻ പോകുന്നത്. സോ അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in calis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimite nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. പിശാചിൻ്റെ പ്രവൃത്തികൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ്. ചിലപ്പോൾ നമുക്ക് ഇച്ചിരി കല്ലുകടി ഉണ്ടാവാം. ഇത് പക്ഷേ പലരും പല സ്ഥലത്തും പറയാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു തരാം. അതായത് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, എതിർ ക്രിസ്തു ദൈവത്തിൻ്റെ ഭവനത്തിൽ ഇരുന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ അവൻ ഇരിക്കും, ദൈവതുല്യനായിട്ട് അവൻ ആരാധിക്കപ്പെടണമെന്ന് അവൻ വാശി പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എതിർ ക്രിസ്തുവിനെ കുറിച്ച്. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനം എന്നൊക്കെ പറയുന്നത് അത് സഭയാണ്. അതായത് ലാസ്റ്റ് ലൈറ്റ് സന്ദേശത്തിലും പരിശുദ്ധമ്മ പറയുന്നുണ്ട്, ദ റോം വിൽ ലൂസ് ഇറ്റ്സ് ഫെയ്ത്ത് ആൻഡ് വിൽ ബിക്കം ദ സീറ്റ് ഓഫ് ദി ആൻറ്റി ക്രൈസ്റ്റ് എന്ന്. റോമിന് വിശ്വാസം നഷ്ടപ്പെടുകയും അത് എതിർ ക്രിസ്തുവിന് ഇരിപ്പിടമാവുകയും ചെയ്യും. ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഇത് മൊത്തം എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, എന്ത് സംഭവിച്ചാലും, ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും നമ്മൾ കത്തോലിക്ക തിരുസഭ വിട്ട് പുറത്ത് പോകരുത്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സഭയിൽ നടക്കും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 675 പറയുന്നത് പോലെ വിശ്വാസികളെ പിടിച്ചു കുലുക്കുന്ന ആ തരത്തിലുള്ള ഒരു പരീക്ഷണമുണ്ടാവും. ആ ഹെഡിങ് തന്നെ സഭയുടെ അന്തിമ പരീക്ഷണം എന്നാണ്. അപ്പോൾ എതിർ ക്രിസ്തു ഒക്കെ സഭയിൽ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. എതിർ ക്രിസ്തുവിനെ സഭയിൽ ഒരുക്കിയിട്ടുള്ള സിംഹാസനത്തിൽ അവൻ ഇരിക്കും. ഇതൊക്കെ പത്രത്തിലും ന്യൂസിലൊക്കെ നമ്മൾ കാണും. പരിശുദ്ധ കുർബാന അതിനു മുൻപ് നിർത്തലാക്കപ്പെടും. ഇങ്ങനെ അനേകർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നടക്കും. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ യേശുവിനോടൊപ്പവും യഥാർത്ഥ മാർപ്പാപ്പയോടൊപ്പവും സഭയോടൊപ്പവും യഥാർത്ഥ കൂദാശകളോടൊപ്പമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആ സമയത്ത് അങ്ങനെ ആയിരിക്കണം. അതായത് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നതുപോലെ തന്നെയായിരിക്കും സഭയുടേത്. അന്ന് യേശു ക്രൂശിക്കപ്പെടുമ്പോൾ, ഞാനിത് നിരവധി തവണ മറ്റു പല വീഡിയോസിലും പറഞ്ഞതാണ്, ഈശോ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് പല ശിഷ്യന്മാരും യേശുവിനെ ഇട്ടിട്ട് പോയി. പലരും ചിന്തിച്ചു കാണും, യേശു ദൈവമേ അല്ല, ദൈവമായിരുന്നെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നല്ലോ എന്ന്. പക്ഷെ അവർക്ക് അതിന് ആത്മീയ അർത്ഥം മനസ്സിലായില്ല. അപ്പോൾ അന്ന് യേശുവിൻ്റെ കൂടെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ വലിയ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ നാമും സഭയോടൊപ്പം ഉണ്ടാകണം. സഭ ക്രിസ്തുവിൻ്റെ തിരുശരീരമാണ്. ഇതുകൊണ്ടാണ് തമ്പുരാൻ ഇത് നേരത്തെ നമ്മളോട് പറയുന്നത്. ഇന്ന് കാണുന്ന ചെറിയ ചെറിയ വാർത്തകൾ, വൈദികർ ഇന്നയാളെ പീഡിപ്പിച്ചു, വചനപ്രഘോഷകൻ ഇന്ന് സാമ്പത്തിക ക്രമക്കേട് നടത്തി, മറ്റേ എറണാകുളം അങ്കമാലി രൂപതയിൽ, ഇതൊക്കെ ചെറുതാണ്. ഇതൊന്നും വലിയ കാര്യമേ അല്ല. ഇതിലും വലുത് വരാനിരിക്കുന്നുണ്ട്. അതാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. ഇത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഈ സന്ദേശത്തിൽ ഇത് വളരെ വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. സോ ഇതൊക്കെ നടക്കേണ്ടതാണ്. തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിരവധി പ്രൈവറ്റ് റെവലേഷൻസിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2024 ദൈവം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ സന്ദേശം വായിക്കാൻ വേണ്ടിയിട്ട്. നോർമൽ, അതായത് ഒരു വിശ്വാസത്തിൽ ഒരു പടി കൂടി കടക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ബേസിക് വിശ്വാസം ഇല്ലാത്ത ആളുകൾ ഇതൊക്കെ വായിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടേക്കാം. ഇത് ഇങ്ങനെയൊക്കെ സഭയിൽ നടക്കുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ മാത്രമല്ല, സഭയുടെ പ്രബോധനങ്ങൾ അടങ്ങിയിട്ടുള്ള CCC അല്ലെങ്കിൽ UCAT അല്ലെങ്കിൽ ട്രെൻഡ് കൗൺസിൽ, അങ്ങനെ നമ്മൾ കുറച്ച് സഭയുടെ പഠനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ പ്രബുദ്ധരാവണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്
സഭയുടെ വീഴ്ചകളൊന്നും നമ്മളെ ബാധിക്കാത്ത തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആ അച്ഛൻ വീണ്, ഈ അച്ഛൻ വീണ്, അവർ വീണ്, ഇവർ വീണ് എന്ന് പറഞ്ഞ് നമുക്കുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും. ക്രിസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഒരു ഓവറോൾ ആയിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അന്ന് വീഴാതിരിക്കാൻ തമ്പുരാൻ ഇപ്പോഴേ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഓർക്കേണ്ടത് യേശുവിൻ്റെ കൂട്ടത്തിൽ തന്നെയായിരുന്നു യേശുവിനെ ഒറ്റക്കൊടുത്ത ആളുണ്ടായിരുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ആ ഗ്രൂപ്പ് ശരിയല്ല നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പ്രവചനങ്ങളൊക്കെ നിറവേറേണ്ടതാണ്. അപ്പോൾ ഈശോ പറയുന്നു, ലോകം എൻ്റെ രണ്ടാം വരവിനായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി അടയാളങ്ങൾ നൽകപ്പെട്ട് കഴിഞ്ഞു. അവ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ, യേശു ക്രിസ്തു, എൻ്റെ ഇടപെടലിലൂടെ നിങ്ങളെ ഒരുക്കുന്നത് പോലെ സാത്താനും അവൻ്റെ സൈന്യത്തെ ഒരുക്കുകയാണ്. സത്യം അറിഞ്ഞിരുന്നിട്ടും എൻ്റെ രക്ഷാകര പദ്ധതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ ശത്രുക്കൾ അനേക വർഷങ്ങളായി വളരെയധികം തന്ത്രങ്ങൾ വിഭാവനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ അടക്കം അനേകർ വീണുപോവുകയും നിഷിദ്ധമായ ഗൂഢവിദ്യകൾക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിഷ്കളങ്കരായ മനുഷ്യരെ അവരുടെ അറിവ് കൂടാതെ കൊല ചെയ്യുന്നതുൾപ്പെടെയുള്ള അനേകം പദ്ധതികൾ എൻ്റെ ശത്രുക്കൾ രൂപം കൊടുത്തു കഴിഞ്ഞു. അത്യാഗ്രഹം കൊണ്ടും അധികാരമോഹം കൊണ്ടും മനുഷ്യവംശത്തിനെതിരെ നിരവധിയായ കുടില പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഭവനത്തിൻ്റെ നിയന്ത്രണം അവർ കൈയടക്കുന്നതോടെ ആ ശ്രമങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തും. ഇതാണ് ഫ്രീമാസണിക് അജണ്ട. ഈ പറയുന്ന സാത്താനിക ഗ്രൂപ്പ് ആളുകളുടെ പ്രവൃത്തി അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്നത് എപ്പോഴാണ്? എൻ്റെ ഭവനത്തിൻ്റെ നിയന്ത്രണം കൈയടക്കുമ്പോഴാണ്. ഈശോയുടെ ഭവനം ഏതാണ്? കത്തോലിക്ക തിരുസഭ. അതിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകവും ഇവരുടെ മെയിൻ ലക്ഷ്യം ലോകത്തെയും കത്തോലിക്ക തിരുസഭയെയും ലയിപ്പിക്കുക എന്നുള്ളതാണ്. ലോകത്തിലുള്ള അതേ കാര്യങ്ങൾ സഭയിലോട്ട് കൊണ്ടുവരിക, വിശുദ്ധി നഷ്ടപ്പെടുത്തുക, ഭയഭക്തി ആദരവോടുകൂടിയുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കുക. പതിയെ പതിയാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ സഭയെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിക്കഴിഞ്ഞു എന്നാണ് ഈശോ പറയുന്നത്. എൻ്റെ പരിശുദ്ധ സഭയെ പരാജയപ്പെടുത്താനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇത് നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും സ്വർഗ്ഗഭോഗത്തെ ബ്ലസ് ചെയ്യുക എന്ന് പറയുന്നതും പച്ചമ്മയെ കൊണ്ടുവന്നതും അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങൾ ഇതിൻ്റെ ഒരു പ്ലാനാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള വാർത്തകളും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. ഈ കേരളത്തിലെ കാര്യമല്ല ഞാൻ പറയണത്, ഇൻ്റർനാഷണൽ മീഡിയാസ് നമ്മൾ നോക്കി നെല്ലും ബദിരും വേർതിരിക്കുമ്പോഴേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈശോ തന്നെ പറയുകയാണ്, എൻ്റെ പരിശുദ്ധ സഭയെ പരാജയപ്പെടുത്താനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗത്തിന്, എതിർ ക്രിസ്തുവിന്, തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ വെൽ പ്ലാൻഡാണ്. അവനെ ലോകം സ്വാഗതം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താനായി വിശദമായൊരു പ്രവർത്തന രേഖ തന്നെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ഈശോ പറയുന്ന വളരെ വിശദമായൊരു പ്രവർത്തന രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെ എതിർ ക്രിസ്തു വരുമ്പോൾ ലോകം അവനെ അക്സെപ്റ്റ് ചെയ്യണം, എങ്ങനെ അവൻ സഭയിലോട്ട് വരുമ്പോൾ ഇവൻ യേശുവാണെന്ന് വിശ്വാസികളെ വിശ്വസിപ്പിക്കണം. ഇങ്ങനെ വളരെ വെൽ പ്ലാൻഡായിട്ട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അത് ലോകമെങ്ങുമുള്ള രാഷ്ട്രീയ മതപ്രസ്ഥാനങ്ങളുടെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന ഒന്നായിരിക്കും. എന്നാൽ മൃഗം എൻ്റെ സഭയിൽ അവൻ്റെ സിംഹാസനത്തിൽ ആരൂഢനാകുന്നതിന് മുൻപ് തന്നെ എൻ്റെ സഭയിലെ അൾത്താരകളിൽ അവനെ പ്രതിഷ്ഠിച്ചു കൊണ്ടുള്ള അനേകം കർമ്മങ്ങൾ നടത്തപ്പെടും. കണ്ടോ? സാത്താനും അവൻ്റെ അനുചരന്മാർക്കും വലിയ ശക്തി ലഭിക്കാൻ ഉതകുന്ന വിധത്തിൽ കറുത്ത കുർബാനകളുടെ എണ്ണം വർദ്ധിക്കും. വിശുദ്ധമായ എല്ലാറ്റിനെയും അവർ നശിപ്പിക്കും. ക്രിസ്തീയതയെ തകർക്കാൻ അവർ ഏതറ്റം വരെയും പോകും. എന്നാൽ ക്രിസ്തീയതയെ ആശ്ലേഷിക്കുന്നു എന്ന വ്യാജേനയായിരിക്കും അവർ ഇതെല്ലാം ചെയ്യുന്നത്. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ടായിരിക്കും ഇത് ചെയ്യുക. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ കാണുന്നത് പോലെയല്ല എന്ന് മനസ്സിലാക്കുക. കണ്ടോ? ഈശോ പറയാണ്, നമ്മൾ പലതും കാണുന്ന പോലെയൊന്നല്ല ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, സഭയിൽ നടക്കുന്ന കാര്യങ്ങളും പുറമേ കാണുന്ന പോലെയല്ല. വിവേചനത്തിൻ്റെ വരം ലഭിച്ചവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവകൃപയാൽ എൻ്റെ ദർശകരിലൂടെയും പ്രവാചകരിലൂടെയും ഇന്നത്തെ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന എൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കുകയും എൻ്റെ പിതാവിൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ എല്ലാ മക്കളും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അവിടുത്തെ അനുഗമിക്കുന്നവർ അനുഗ്രഹീതർ, എന്നാൽ അവർക്ക് പീഡനമേൽക്കേണ്ടതായി വരും. ലോകം ശൂന്യതയിൽ നിന്ന് പൊട്ടിമുളച്ചതൊന്നുമല്ല, ലോകത്തെ ദൈവം സൃഷ്ടിച്ചതാണ്. അതുപോലൊരു അത്ഭുതം മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാൻ കഴിയുകയുമില്ല. എന്ത്?
എങ്ങനെ, എപ്പോൾ സംഭവിച്ചു എന്ന് വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. എല്ലാ ദൈവമക്കളും ഞാൻ വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധ സ്നേഹത്തിന് മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായി അടിയറ വെക്കുന്നതുവരെ ദൈവികമായ അതിസ്വാഭാവിക സത്യയെ ശരിയായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ സൃഷ്ടാവിനെ തിരസ്കരിക്കാതിരിക്കുക. വഞ്ചകൻ, അതായത് സാത്താൻ, ഫ്രീമേസന്മാരിലൂടെയും വ്യാജ പ്രവാചകരിലൂടെയും പൂർണ്ണമായും തിന്മയ്ക്ക് കീഴ്പ്പെട്ട വിഘടിത പ്രസ്ഥാനങ്ങളിലൂടെയും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള നുണകളുടെ വഞ്ചനയെ ശ്രവിക്കാതിരിക്കുക. ആ പ്രസ്ഥാനങ്ങളെല്ലാം രൂപം കൊണ്ടത് മനുഷ്യൻ്റെ ബോഷത്തിൽ നിന്നത്രേ. സാത്താൻ യഥാർത്ഥത്തിൽ ഉണ്ട്. മനുഷ്യൻ ബലഹീനനാകിയാൽ ഏറ്റവും വിശുദ്ധരായ എൻ്റെ അനുയായികൾ പോലും അവൻ്റെ നിരന്തരമായ പ്രലോഭനങ്ങളിൽ വീണുപോകുന്നു. എന്നെ വേദനിപ്പിക്കുന്ന അനേകം നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു. വിശേഷിച്ച് അൽമായർ പരിശുദ്ധ കുർബാന വിതരണം ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ. എത്ര കറക്റ്റാണ്. നമ്മൾ കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് അൽമായർ പരിശുദ്ധ കുർബാന വിതരണം ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഈശോയെ വേദനിപ്പിക്കുന്നെന്ന്. ആധുനിക സമൂഹത്തിന് ചേർന്നത് എന്ന വിധത്തിൽ കൊണ്ടുവരുന്നതും എന്നാൽ എന്നോടും എൻ്റെ നിത്യപിതാവിനോടുമുള്ള ഭക്ത്യാദരങ്ങളെ ഇല്ലാതാക്കുന്നതുമായ പുതിയ നിയമങ്ങൾ എന്നെ ദുഃഖത്തിൽ ആഴ്ത്തി കരയിപ്പിക്കുന്നു. കണ്ടോ, ഇതിനെതിരെയാണ് നമ്മുടെ ഫൈറ്റ്. പുതിയ നിയമങ്ങൾ സഭയെ ആധുനികവൽക്കരിക്കുന്നു. ഏറെ താമസിയാതെ എൻ്റെ സഭയിലെ വൈദികർ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. വൈദികരാണ് വെല്ലുവിളി നേരിടാൻ പോകുന്നത് ഏറ്റവും അധികം. അതിൻ്റെ അർത്ഥം അവർക്ക് എൻ്റെ വചനം ഉയർത്തിപ്പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ്. തങ്ങളുടെ രാജ്യങ്ങളിൽ പാപത്തെ അംഗീകരിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായി തീരും. ക്രിസ്ത്യാനികൾ അത്തരം നിയമങ്ങളെ എതിർക്കുന്നത് കുറ്റകരമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ശരീരത്തിലെ രോഗം സമൂഹത്തെ ആകെ കാർന്നു തിന്നുമ്പോൾ അനേകർ കൊല്ലപ്പെടും. എന്നാൽ കഠിന ദുഃഖത്തിൻ്റെയും അനേകം മരണങ്ങളുടെയും ഒടുവിൽ അവശേഷിക്കുന്ന ജനം രോഗപ്രതിരോധ ശേഷി നേടിയവരായിരിക്കും. അനവധി ദേശങ്ങളിൽ പാപം ജഡത്തിൻ്റെ രോഗങ്ങൾക്ക് കാരണമാകും. മനുഷ്യൻ്റെ ദുഷ്ടത ഹേതുവായി അനേകർ ദുരിതത്തിൽ മരിക്കും. ദൈവത്തോടുള്ള സ്നേഹം കാരണം മരണത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു അവശിഷ്ട ഭാഗം രൂപപ്പെടുന്നതുവരെ ഈ ശുദ്ധീകരണം തുടർന്നുകൊണ്ടിരിക്കും. ക്രിസ്ത്യാനികൾ പലതരത്തിലും കഠിനമായി സഹിക്കേണ്ടി വരും. അവരിൽ നിന്ന് വിശ്വാസം എടുത്തു മാറ്റപ്പെടുകയും അതിൻ്റെ സ്ഥാനത്ത് ഒരു മ്ലേച്ഛത ദൃശ്യമാവുകയും ചെയ്യും.